കാലടി താന്നിപ്പുഴ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടൽ. സിനഡ് കുർബാന നടത്താനെത്തിയ വൈദികനെ വിശ്വാസികൾ എതിർത്തു. വൈദികനെ പിന്തുണച്ചയാളുമായാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. അർജുൻ മട്ടന്നൂർ നൽകും വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, എന്താണ് പള്ളിക്കുള്ളിൽ സംഭവിച്ചത്? സുജിയ, സിനഡിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത കുർബാന നടത്താൻ വൈദികൻ ശ്രമിച്ചതാണ് അവിടെ സംഘർഷത്തിന് ഇടയാക്കിയത്. താന്നിപ്പുഴ സെന്റ് ജോസഫ് പള്ളിയിലാണ് ഇന്ന് കുർബാനയ്ക്കിടെ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. രാവിലെ 6:30 കുർബാന നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ പള്ളിയിൽ കൂടി വിശ്വാസികളിൽ ഭൂരിഭാഗം പേരും ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരായിരുന്നു. പക്ഷേ അവിടെയുള്ള വൈദികനായ ഫാദർ ജോസ് തോട്ടക്കര അദ്ദേഹം ഏകീകൃത കുർബാന നടത്താനാണ് ശ്രമിച്ചത്. ഈ വൈദികന് പിന്തുണയുമായി 4 പേർ രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത്. ഈ വൈദികനെ പിന്തുണച്ച, ഏകീകൃത കുർബാനയെ പിന്തുണച്ച ഒരാൾ അവിടെ മൈക്കിന്റെ സ്റ്റാൻഡുമായി മറ്റുള്ളവർക്ക് നേരെ ആക്രോശിക്കുന്നതും കാണാം. തുടർന്ന് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. തുടർന്ന് കുർബാന അവിടെ നടത്താൻ കഴിയാത്തൊരു സാഹചര്യവും എത്തി. തുടർന്ന് പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും തുടർന്ന് 8:30 കൂടിയാണ് അവിടെ കുർബാന ആരംഭിച്ചത്. ഇപ്പോൾ ജനാഭിമുഖ കുർബാനയാണ് അവിടെ നടക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സിനഡ് തീരുമാനം പക്ഷേ അംഗീകരിക്കാൻ ഭൂരിഭാഗം വിശ്വാസികളും തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ദേവാലയങ്ങളിൽ ഇത്തരം തർക്കങ്ങളും സംഘർഷങ്ങളും ഇപ്പോൾ തുടരുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് താന്നിപ്പുഴയിൽ കണ്ടത്. സുജിയ.